ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിലാണെന്നുള്ള കാര്യം അറിയാമല്ലോ. എന്നോട് കർക്കിടക കഞ്ഞി, അതായത് നമ്മുടെ മധുരക്കഞ്ഞി ഉണ്ടായിരുന്നല്ലോ, ഉലുവ മധുരക്കഞ്ഞി, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു കർക്കിടക സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചേച്ചിയെ കാണിക്കണം. ഞാൻ വിചാരിച്ചു ഹെൽത്തി ഫുഡ് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ന് മറ്റൊരു കർക്കിടകം സ്പെഷ്യൽ ഒരു ചോറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ചോറെന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ചോറ് നമ്മൾ ഉണ്ടാക്കാറില്ലേ, വെജിറ്റബിൾസ് ഇട്ട്. ഇത് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചോറ്. ഇതും കർക്കിടക മാസത്തിൽ കഴിക്കാൻ നല്ലതാണ്, പ്രസവിച്ച് കിടക്കുന്നവർക്ക് നല്ലതാണ്, അങ്ങനെ ആഫ്റ്റർ ഡെലിവറി കെയറിനും. അപ്പോൾ ഇത് ഉഴുന്ന് ചോറാണ്. ഉഴുന്ന് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് പ്രോട്ടീനാണ്. ഉഴുന്നും റൈസും കൂടി ചേർന്ന് വരുന്ന ഒരു ചോറ്. അപ്പോൾ എന്ത് കാര്യം കഴിക്കുമ്പോഴേ ഹെൽത്തി ആണെങ്കിലും നമ്മൾ ടേസ്റ്റി ആയിട്ട് കഴിക്കണ്ടേ. അപ്പോൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഉഴുന്ന ചോറാണ് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാം എടുത്തൊക്കെ വെച്ചു. അപ്പോൾ പച്ചരി മതി, നമ്മൾ ചോറുണ്ടെന്ന പച്ചരി എന്താണെങ്കിലും ഓക്കെ. വൈറ്റ് റൈസ് പച്ചരി ആണെങ്കിൽ നല്ല, ഇപ്പോൾ പൊന്നിയരി പച്ചരി പോലെയുള്ള കാര്യങ്ങൾ. അത് 1 കപ്പ് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഉഴുന്ന് അതിൻ്റെ നേർപകുതി, ഹാഫ്, 1/2 കപ്പ്, അതായത് തൊലിയില്ലാത്ത മുഴുവൻ ഉഴുന്ന്. ഇനി തൊലിയുള്ള ഉഴുന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തൊലിയില്ലാത്ത എന്താ പറയുക, നമ്മുടെ മുഴുവൻ ഉഴുന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലതാണ്, കാര്യം അതിൽ വേറെ സ്കിന്നും എല്ലാം മാറ്റി, ഇനി ഒന്നുമില്ല. അതൊന്ന് വറുക്കണം ചെറുതായിട്ടൊന്ന്, ഡ്രൈ റോസ്റ്റ് ചെറുതായി വറുത്താൽ മതി, ഒരുപാട് കളർ മാറുന്നവരെ വറുക്കണ്ട. എന്നിട്ട് ഇതിപ്പോൾ എന്തായാലും കഴുകുന്നത് വറുത്ത് കഴിഞ്ഞിട്ട് കഴുകാം. ഞാൻ അത് വേവിക്കുന്നതൊക്കെ നമ്മൾ കുക്കറിൻ്റെ സഹായത്തോടെയാണ്, പെട്ടെന്നാവുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഉഴുന്ന് വറുക്കൽ. ഓക്കെ, ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യാം. എണ്ണയൊന്നും വേണ്ട, ഡ്രൈ റോസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞ് ഇത്ര മതി, കളറൊന്നും മാറണ്ട, ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഉഴുന്ന് കഴുകിയെടുത്തു, അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ. അപ്പോൾ ഇതിനകത്താണ് വേവിക്കാൻ പോണത്. ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഈ 1 കപ്പ് റൈസ്, 1/2 കപ്പ് ഉഴുന്ന്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കും. ഇത് നമുക്ക് ഉഴുന്ന്. ഇനി കറക്റ്റ് 4 കപ്പ് വെള്ളം, ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കട്ടെ. കുക്കറും അടച്ചു. ഇനി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഫുൾ വിസിൽ, പിന്നെ ഒരു 2 വിസിൽ ചെറിയ തീയിൽ, അത്ര മതിയാവും. അതായത് ഈ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് വറ്റിയിരിക്കും. ഇനി ഇതിൽ വലുതായിട്ട് അരിയലൊന്നുമില്ല, പക്ഷേ ഒരു കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും. ഇഞ്ചി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരും ചെറുതായിട്ട് അരിയുമ്പോൾ. പച്ചമുളക് ഒരെണ്ണം, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം, അതുകൊണ്ട് 1 പച്ചമുളക് മതി. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ ആകും. ആ സമയം കൊണ്ട് നമ്മളിത് അരിഞ്ഞ് വെച്ചാൽ ഇത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നറിയാം. ഇതിലെ താളിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഞാൻ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാലാണെങ്കിലും മതി. നല്ല കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഏതാണ്ട് 1 കപ്പ് തേങ്ങ ചെറുകിയത്. അത് നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെങ്കിലും ആകാം. അതൊക്കെ ലാസ്റ്റ് വരുന്ന കാര്യങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ പരിപാടി. ഇതൊരു വളരെ സമീകൃതമായ ആഹാരമാണ്, വയറിനൊക്കെ നല്ലതാണ്. ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റും. ആക്ച്വലി കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ കഴിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പുറമേ ഉള്ള തിരുമ്മൽ, തേച്ച് കുളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഫക്റ്റീവായിരിക്കും ഈ ഒരു മാസം. പാകത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. അതായത് ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. കംപ്ലീറ്റ് ആവിയും പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തുറന്നത്. ഇത് നോക്കിയേ, പെർഫെക്റ്റ്ലി ഡൺ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് ചോറെല്ലാം. കാണിച്ചുതരാം. വെള്ളവും കറക്റ്റ് വറ്റിയിട്ടുണ്ട്, ഉഴുന്നും വെന്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് പാകം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ചൂടോടുകൂടി ഇങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞ് വരും. കുഴച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇനിയാണ് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ, തേങ്ങയാണെങ്കിൽ തേങ്ങ, ആ ഒരു രീതിയിൽ ചെയ്ത്. അപ്പോൾ 2 വിസിൽ അല്ലെങ്കിൽ മാക്സിമം 3 വിസിൽ ചെറിയ തീയിൽ, അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് കഴിയും. ഇതിപ്പോൾ ഞാൻ സാധാരണ വൈറ്റ് റൈസാണ്, അതായത് പച്ചരിയിൽ ചെയ്തു. ഇത് നല്ല ചമ്പാ പച്ചരിയിൽ ചെയ്താൽ ഇതിനെക്കാട്ടിലും ഹെൽത്തി ആയിരിക്കും. കാര്യം തവിട് കളയാത്ത അരിയാണ്.
ഫൈബർ ധാരാളം. ഇതിൽ ഉഴുന്നിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫുൾ ഓഫ് അയൺ, പ്രോട്ടീൻ, പിന്നെ എന്താ പറയണ്ടേ, പൊട്ടാഷ്യം, മെഗ്നീഷ്യം മുതലായ മിനറൽസ്. അപ്പം മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് കൊണ്ട് റിച്ച് ആണ്. പ്ലസ് ഫൈബർ. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലോണം ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ഉഴുന്ന്. മാത്രമല്ല സ്കിന്നിന്, ഹെയറിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ പഞ്ഞമാസം എന്ന് പറയാം. പഞ്ഞമാസം എന്ന് പറയാൻ കാര്യം ഒരു മിഡ് ജൂലൈ ടു ഓഗസ്റ്റ് മിഡ് വരെ, പകുതി വരെയൊക്കെ മഴക്കാലമാണ്. ഭയങ്കര മഴയും ദുരിതവുമാണ് പഴയ കാലത്തൊക്കെ. അന്ന് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഡെയിലി വേജസിനൊക്കെ പോകുന്നവർ, സാധാരണ കൂലിപ്പണിക്കൊക്കെ പോകുന്ന വയലിലൊക്കെ പണിയുന്നവർക്കൊന്നും പണി കാണില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ, പൈസയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചുറ്റും വെള്ളവും വെള്ളപ്പൊക്കവും അങ്ങനത്തെ ആകെ ഒരു മോശപ്പെട്ട ഒരു കാലാവസ്ഥയാണ്, തണുപ്പ്. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ വരുന്നൊരു സമയമാണ്. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തണുപ്പും ഒക്കെ ആയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പകർച്ചവ്യാധികളൊക്കെ എല്ലാം വരുന്ന സമയമാണ്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽസും ഡോക്ടർ ഫെസിലിറ്റീസൊക്കെ ആ കാലത്തൊക്കെ കുറവല്ലേ. ഹോസ്പിറ്റലിലേക്ക് പോകാനാണെങ്കിലും ഡോക്ടേഴ്സിനെ കാണാൻ ഒന്നും പറ്റില്ല, കയ്യിൽ പൈസയില്ല, സൗകര്യമില്ല, യാത്രാ സൗകര്യങ്ങളില്ല. അങ്ങനെ ജോലിയും കൂലിയും ഇല്ല, വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട അവസ്ഥ. അതാണ് ഈ പഞ്ഞമാസം. കർക്കിടക മാസത്തിന് എല്ലാവർക്കും പേടിയായിരുന്നു. എങ്കിലും വളരെ സെലിബ്രേഷനോട് കൂടി തന്നെയാണ് കർക്കിടക മാസത്തിനെ കാണുന്നത്. കാര്യം അത് കഴിഞ്ഞ് വരുന്ന ചിങ്ങം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. പിന്നെ ഒരു മലയാളം ആണ്ടിൻ്റെ അവസാനമാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ശരീരം ആ ഒരു വർഷത്തെ മുഴുവൻ ടോക്സിൻസ് ഒക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഏതാണ്ട് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ബോഡി വളരെ ടെൻഡറായിരിക്കും. ശരീരത്തിന് ഓജസ്സും എല്ലാം ഊർജവും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ എനർജി ലെവലൊക്കെ ഏറ്റവും ലോ ആയിട്ടിരിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഒഴിച്ചിലും പിഴിച്ചിലും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. കാര്യം ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ വളരെ ലോ ആണ്. അങ്ങനെ എല്ലാം ചെയ്ത് അത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇതുപോലെ പല കഞ്ഞി കുടിക്കുക, ഇത് എന്നുള്ളതല്ല, ഇതൊരു ഭക്ഷണം. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലെയുള്ള ഉലുവാക്കഞ്ഞി, അങ്ങനെയല്ല, മധുരക്കഞ്ഞി, അല്ലാത്ത കഞ്ഞി, പിന്നെ അതുപോലെ കർക്കിടക കഞ്ഞി, ഒരു 10-20 പച്ചമരുന്നുകളെല്ലാം ചേർത്തുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞി, ഇതൊക്കെ ഡെയിലി കുടിക്കുക. ഓക്കെ. ഇപ്പോൾ ആശാളി പോലെയുള്ള കാര്യങ്ങളും കുറേ പച്ചിലയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വരുന്ന കഞ്ഞികളും ഒക്കെ കഴിച്ച് സ്വയം നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മാസം ത്തിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാനൊക്കെ സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ ശരീരത്തിനെ റിജുവിനേറ്റ് ചെയ്തെടുക്കുക, ടോക്സിൻസിനെയൊക്കെ ഒഴിവാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്നാൽ പിന്നെ ഒരു വർഷം വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഐഡിയാസ്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ എനർജി കിട്ടാനുള്ള, ടോക്സിൻസ് ഒക്കെ പോകാനുള്ള മറ്റൊരു മെത്തേഡാണ്. ഉഴുന്ന് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പോൾ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഞാൻ വൈറ്റ് റൈസാണ് ചെയ്തതെന്നേ ഉള്ളൂ, നിങ്ങൾ ചമ്പാ പച്ചരി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനകത്ത് തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ ഓർ തേങ്ങാപ്പാൽ മസ്റ്റല്ല, ഇട്ടാൽ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. ടേസ്റ്റ് കൂട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച് കുറച്ചൊരു കുഴഞ്ഞ പാകത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് തേങ്ങ, ഞാനിപ്പോൾ തേങ്ങ ഇടുന്നു. ഇതിന് പകരം കോക്കനട്ട് മിൽക്ക് അഥവാ തേങ്ങാപ്പാൽ ചേർത്താൽ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. ഇനി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയാണ് ഇതിന് ടേസ്റ്റ് ബൂസ്റ്റിംഗ് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പോണേ. മാറ്റി വയ്ക്കാം, ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് ഇനി നമുക്കൊരു താളിക്കലുണ്ട്. ആ താളിക്കലിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, കടുക്, വറ്റൽമുളക് മുതലായ കാര്യങ്ങൾ, പ്ലസ് കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ചേർക്കാം. അപ്പോൾ ഇനി താളിക്കൽ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, ഒരു പ്രശ്നമില്ല, അത് സുഖമായിട്ട് കഴിക്കാം. പക്ഷേ ഇതിനെ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനുള്ള രീതി ഇച്ചിരി നെയ്യിലാണ് ഞാൻ താളിക്കൽ ചെയ്യുന്നത്. അപ്പം നെയ്യും ഹെൽത്തിന് നല്ലതാണ് എണ്ണയെക്കാട്ടിലും. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാകാം, 1 ടീസ്പൂൺ കടുക്, ഓക്കെ, നല്ല ജീരകം അതും 1 ടീസ്പൂൺ. തീ നന്നായിട്ട് കുറച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കാൻ പോണത്. ഇനി അടുത്തത് വറ്റൽ മുളക് 2, 3, 4 എത്ര വേണമെങ്കിലും ആകാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 വരെ ആകാം, 1 പച്ചമുളക്, ഇത്രയും കാര്യങ്ങളും കൂടി ചേർക്കാം. അപ്പോൾ ആ ജീരകം എല്ലാം നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കേണ്ടത്. അപ്പോൾ എല്ലാം പാകത്തിന് കൂട്ടും. ആഹാ, നല്ല മണം, വെരി നൈസ്. ഇനി തീ കുറച്ചൊക്കെ കൂട്ടാല്ലേ.
അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്തു. എന്താ മണം എന്ന് പറയും, നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഈ നെയ്യിലിങ്ങനെ താളിച്ച് തുടങ്ങുമ്പോഴുള്ളൊരു, പ്രത്യേകിച്ച് ആ ജീരകം മൂത്ത് തുടങ്ങുമ്പോഴാണ് അത് വരുന്നത്. ഇനി ഒരു പ്രധാന കാര്യം ചേർക്കും, അതായത് കുരുമുളക് പൊടി. ഇതിപ്പോൾ ഇത്രയും റൈസും കാര്യങ്ങളുണ്ട്. ഇതിന് ഞാൻ സാധാരണഗതിയിൽ അത്യാവശ്യം ഒരു സ്പൈസി ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാകാം. ഒരു പച്ചമുളകല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും കൂടി ഈ നെയ്യിലേക്കാണ് ഇടുന്നത്. തരിതരിപ്പായിട്ട് പൊടിച്ചതാണെങ്കിലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകും. എന്നിട്ട് ഇതെല്ലാം കൂടെ താളിച്ചിട്ട് ഞാൻ ഈ ഉഴുന്ന ചോറ് അതിനകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അപ്പോൾ ഒരു 2 ടീസ്പൂൺ വരെ ആകാം, ഇഷ്ടത്തിന് ചേർക്കാം. കുരുമുളകും കൂടി ആ നെയ്യിൽ മൂക്കുന്നു, എന്താ വേണം. ഇനി ഇതിലേക്കാണ് നമ്മുടെ കലാപരിപാടി. ഉഴുന്ന ചോറിനെ മാറ്റും. തീയെല്ലാം ഞാൻ കുറച്ച് തന്നെ ഇട്ടിരിക്കുന്നത്, വെരി ലോ ഫയർ. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും പോകുന്നത് പോലെ മിക്സിങ്. ഇനി മിക്സിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും. എന്താ മണം എന്ന് പറയും, ഇനി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിൻ്റെ മണം. ഈ മണം പോലെ തന്നെയാണ് രുചി. നമ്മൾ എത്ര വേണമെങ്കിലും കഴിക്കും. ഇത് എന്ത് ഹെൽത്തിയാണെന്നറിയോ, കഴിക്കാനേ ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും. അല്ലാതെ വെറുതെ നമുക്ക് ഉഴുന്ന് പുഴുങ്ങി കഴിക്കാൻ തോന്നില്ല. പക്ഷെ ഇത്ര രീതിയിൽ ചെയ്താൽ കഴിക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങയാണ് ചേർത്തത്. തേങ്ങാപ്പാലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ. ഈ പൊങ്കലൊക്കെ ഉണ്ടാക്കില്ലേ, ഏതാണ്ട് അതേപോലെ തോന്നുന്നില്ലേ ഒരു പ്രോസസ്സ്. So this is entirely different taste, very healthy. ഇപ്പോൾ വെള്ളപ്പച്ചരിയിൽ ചെയ്തു, അതിന് പകരം ചമ്പാ പച്ചരി ചെയ്യുക. പിന്നെ ഉഴുന്ന തൊലിയോടുകൂടിയാണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, അങ്ങനെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ. തൊലിയുള്ള ഉഴുന്ന്. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാത്രം എടുത്താൽ മതി. എല്ലാം മിക്സ്ഡ്. അങ്ങനെ ഉഴുന്ന ചോറ് റെഡി. എനിക്ക് എത്ര മിക്സ് ചെയ്തിട്ടും മതിയാകുന്നില്ല. എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞു കേട്ടോ, ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദാണ്, ഹെൽത്തിയുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് പറ്റിയ സമയമാണ് കർക്കിടക മാസം. നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നു അത്രത്തോളം ശരീരം അക്സെപ്റ്റ് ചെയ്യും, അബ്സോർബ് ചെയ്യും, നമ്മളെ റിജുവിനേറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെയൊക്കെ മാറ്റി നമുക്ക് 1 വർഷം മുഴുവൻ ഓടി നടക്കാനുള്ള ആരോഗ്യവും കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ല സ്വാദോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ മരുന്ന് കഞ്ഞി, ഇതുപോലെയുള്ള ഉഴുന്ന ചോറ് ഒക്കെ കഴിക്കാം. ഇനി പാത്രത്തിലേക്ക് മാറ്റട്ടെ. കോൺട്രാസ്റ്റ് ആയിരിക്കും, ബ്ലാക്കിലേക്ക് മാറ്റാം. നല്ല പാകത്തിന് ഇങ്ങനെ കുഴഞ്ഞ് പെർഫെക്റ്റായിട്ടിരിക്കുന്നു. എൻ്റെ ഹൽവ പോലെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. വെരി സ്മൂത്ത്, സിൽക്കി, അങ്ങനെയൊക്കെ തോന്നുന്നു കണ്ടിട്ട്. ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു 4 പേരെല്ലാം ഉള്ള ഫാമിലിക്ക്. ഓക്കെ, സോ ഉഴുന്ന് ചോറ് റെഡി. കണ്ടല്ലോ, എൻ്റെ ദൈവമേ, മണവും രുചിയും കൊണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു വിഭവമാണ്. നിങ്ങൾക്കും അതേപോലെ തന്നെ ഇഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. ഹെൽത്തി ആണെന്നും കൂടെ ആലോചിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയും നമ്മുടെ പിന്നെ ബ്യൂട്ടി, സ്കിന്ന്, ഹെയർ എല്ലാത്തിനും ഉഴുന്ന് നല്ല കേട്ടോ. എത്രത്തോളം അത് ദിവസം ഒരല്പം ഉഴുന്ന് ഇൻടേക്ക് ഇസ് വെരി ഗുഡ്. അപ്പോൾ ഇത് ഇത്ര ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഇതുണ്ടാക്കുക, ഒരു പോർഷൻ കഴിക്കുക. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലും നല്ലതാണ്. ഒരു നേരം, എപ്പോഴെങ്കിലും ഒരു നേരം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ മധുരമുള്ള നമ്മുടെ ഉലുവാക്കഞ്ഞി, ഇതുപോലെ ഉഴുന്ന് ചോറ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. എല്ലാം നല്ലതായിരിക്കും. പിന്നെ ഇനി ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് വാതദോഷമൊക്കെ ഒരുപാടുള്ള സമയമാണ്. ജോയിൻറ്റ് പെയിൻസ് അറിയാമല്ലോ എല്ലാവർക്കും, കടച്ചിൽ, കാലുവേദന, കൈവേദന, ബാക്ക് പെയിൻ ഒക്കെ വരും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ അയൺ റിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാൽഷ്യം റിച്ച് ഒക്കെ കഴിക്കുക. ഓക്കെ, എന്താ തുടങ്ങാൻ പോണു. ഒരു സൈഡിൽ നിന്ന് എടുക്കട്ടെ. യെസ്, ചൂടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. കുരുമുളക് പൊടിയുണ്ട്, പച്ചമുളക്. കുരുമുളക് പൊടി നോക്കിയിടുക കേട്ടോ. 1 ടീസ്പൂൺ മുതൽ ആണ്, അത്രയും പോലും വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി.
ആഹാ, ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും കടിക്കാൻ കിട്ടുന്നുണ്ട്. തേങ്ങാപ്പാലാണെങ്കിൽ ആ തേങ്ങയുടെ ടേസ്റ്റ് അല്ലാതെ തന്നെ കിട്ടും. തേങ്ങാപ്പാൽ വെരി നൈസ്. ഇഷ്ടപ്പെട്ട് കഴിച്ചു പോകും. നല്ലൊരു കംഫർട്ട് ഫുഡ് പോലെ സുഖമായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, കർക്കിടക മാസമാണ്, നിങ്ങളുടെ ആരോഗ്യമാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ധാരാളം വെള്ളം കുടിക്കണം. 2 ലിറ്ററെങ്കിലും വെള്ളം മിനിമം ഒരു ദിവസം കുടിച്ചിരിക്കണം. അത് ചെറു ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ ലൂക്ക് വാം വാട്ടർ, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് മറക്കാതെ വെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. സമയത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ഉറക്കം, ഇതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കർക്കിടക മാസത്തിൽ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോഴും വായിക്കുന്ന വീടുകളുണ്ട്. രാമായണ മാസം എന്നും കൂടി പറയും, രാമായണം വായിക്കും. ആ ഒരു മാസം കൊണ്ട് രാമായണം കംപ്ലീറ്റ് വായിച്ച് തീർക്കും. എൻ്റെ അമ്മയെല്ലാം ചെയ്യുമായിരുന്നു. അമ്മ രാമായണ മാസം എന്ന് പറഞ്ഞിട്ട് കർക്കിടകത്തിൽ ഫുൾ വായിച്ച് തീർക്കും. അതെല്ലാം കേട്ട് വളർന്ന ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ രാമായണം വായിക്കുന്ന മെൻ്റൽ സ്ട്രെങ്തനും കൂടിയാണ്. അപ്പോൾ ഫിസിക്കലി വീക്ക് ആകുമ്പോൾ മെൻ്റലിയും വീക്ക് ആവാതിരിക്കാനായിട്ട് അപ്പോൾ മെൻ്റൽ സ്ട്രെങ്തും ഫിസിക്കൽ ഹെൽത്തും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ് കാര്യങ്ങളും ഒക്കെ ചെയ്ത്, അപ്പോൾ എല്ലാ രീതിയിലും ആളുകൾ അവനവനെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതുമായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളും ഇനിയാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് ചുറ്റും രോഗാണുക്കളും ഒക്കെ ആയിട്ട് പല പല അസുഖങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ ലാസ്റ്റ് വേർഡ് പിന്നെയും പറയുകയാണ്, ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഭക്ഷണമൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം, മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.